കൊമേഴ്സ് അച്ചീവേഴ്സിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മെത്തനോളജി ആൻഡ് പെർസ്പെക്റ്റീവ്സ് ഓഫ് ബിസിനസ് എഡ്യൂക്കേഷൻ്റെ ലാസ്റ്റ് മൊഡ്യൂളാണ്. 5th മൊഡ്യൂൾ പ്രസൻറ്റേഷൻ ഓഫ് ഇൻഫർമേഷൻ ആണ്. അപ്പോൾ 4th മൊഡ്യൂൾ വരെ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. വീഡിയോസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ക്ലാസ്സുകൾ കാണാം. ഇനി നമ്മൾ നോക്കുന്നത് 5th മൊഡ്യൂളാണ്. ഒരു ചെറിയൊരു മൊഡ്യൂളാണ്. കുറച്ച് ടോപ്പിക്കുകൾ ബ്രീഫായിട്ടൊന്ന് സ്റ്റഡി നടത്താൻ മാത്രമേ ഈ ഒരു മൊഡ്യൂളിലുള്ളൂ. എസ്സേ ക്വസ്റ്റ്യനൊക്കെ വരാവുന്ന ഒരു മൊഡ്യൂളാണ് പ്രസൻറ്റേഷൻ ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഫർമേഷൻ എന്താണെന്ന് അറിയാം. നമ്മൾ എന്തെങ്കിലും ഒരു ഐഡിയ അല്ലെങ്കിൽ നോളജ് മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മളുടെ ഒരു വ്യൂ പോയിൻ്റ് എന്തെങ്കിലും നമുക്ക് ഒരു ഓർഗനൈസേഷനിൽ പറയണമെങ്കിൽ അത് നമ്മൾ ഇൻഫർമേഷനാക്കി പറയാറുണ്ട്. ഇനി എന്താണ് ഈ പ്രസൻറ്റേഷൻ? പ്രസൻറ്റേഷൻ എന്ന് പറയുമ്പം ഒരു ടോപ്പിക്കിനെ നമ്മൾ എന്ത് ചെയ്യാണ്, പ്രസൻറ്റ് ചെയ്യാണ്, ഓഡിയൻസിലേക്ക് പ്രസൻറ്റ് ചെയ്യാണ്. ചിലപ്പോൾ അതെന്താണ്, ഒരു ഇൻഫർമേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ എന്താണ് അവർക്കൊരു മോട്ടിവേഷൻ കൊടുക്കാനായിരിക്കും നമ്മൾ ഇൻഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു പുതിയ ഐഡിയാസോ പുതിയ കൺസെപ്റ്റോ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഇങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കൊരു ഇൻഫർമേഷനെ പ്രസൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പ്രസൻറ്റ് ചെയ്യുമ്പം ആ ഒരു വ്യക്തി കാണും, അല്ലെങ്കിൽ അത് കേട്ടുകൊണ്ടിരിക്കാൻ കുറേ പേര് കാണും. അപ്പോൾ ഇതെന്താണ്, ചിലപ്പോൾ ഒരു ഇൻഡിവിജ്വൽ പ്രസൻറ്റേഷനും ആവാം, ഒരു ഗ്രൂപ്പ് പ്രസൻറ്റേഷനും ആവാം. അപ്പോൾ ഇവിടെ ഒരു ചെറിയ മീനിങ് തന്നിട്ടുണ്ട്. Presentation is a process of presenting a topic to an audience through demonstration, lecture or speech mean to inform, produce, inspire, motivate or to build goodwill or to present new idea or a product. എന്താണ്, നമ്മൾ ഡെമോൺസ്ട്രേഷനായിട്ടോ അല്ലെങ്കിൽ ഒരു ലെക്ചർ മെത്തേഡിലോ സ്പീച്ചിലൂടെയോ നമ്മൾ എന്ത് ചെയ്യണം, എല്ലാവരിലേക്കും ഇൻഫർമേഷൻ കൺവേ ചെയ്ത് കൊടുക്കുകയാണ്. അത് ചിലപ്പോൾ മോട്ടിവേഷൻ ആവാം, അല്ലെങ്കിൽ ഒരു സ്പീച്ച് ആവാം, പുതിയൊരു ഐഡിയ എന്ത് ചെയ്യുകയാണ്, മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയാണ്. ഇനി പറഞ്ഞിരിക്കുന്നത് ഒരു ഡെഫിനേഷനാണ്. എ സ്പീച്ച് ഓർ ടോക്ക് ഓർ ഡെമോൺസ്ട്രേഷൻ ഇൻ വിച്ച് എ ന്യൂ പ്രൊഡക്റ്റ്, ഐഡിയ ഓർ പീസ് ഓഫ് വർക്ക് ഈസ് ഷോൺ ആൻഡ് എക്സ്പ്ലെയിൻ ടു ആൻ ഓഡിയൻസ്. ഓഡിയൻസിലേക്ക് ഒരു വർക്കിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു ഐഡിയയെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചോ ഒന്ന് പറഞ്ഞു കൊടുക്കുകയോ സ്പീച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ ടോക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഒന്ന് കാണിച്ചു കൊടുക്കുകയോ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് അല്ലെങ്കിൽ ഇതിനെയാണ് നമ്മൾ പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രസൻറ്റേഷൻ എന്താണെന്നുള്ള മീനിങ്ങും മനസ്സിലായി, പ്രസൻറ്റേഷൻ എന്താണെന്നുള്ള ഡെഫിനേഷനുമാണ് തന്നിരിക്കുന്നത്. ഇനി നോക്കുന്നത് എസെൻഷ്യൽസ് ഓഫ് എഫക്റ്റീവ് പ്രസൻറ്റേഷൻ. നമ്മളൊരു പ്രസൻറ്റേഷൻ നടത്തുമ്പം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? നമ്മൾ ഓരോരുത്തരും പ്രസൻറ്റേഷൻ നടത്തുന്നവരായിരിക്കും. ഇനി നിങ്ങൾ വരുന്ന സെമ്മുകളിലൊക്കെ ഇപ്പോൾ ഓൺലൈൻ ആയതുകൊണ്ടാണ് ചിലവർ ഓൺലൈനായിട്ടും സെമിനാറൊക്കെ എടുത്തവർ കാണും. അപ്പോൾ കോളേജിലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ എന്താണ്, ടീച്ചേഴ്സ് സെമിനാർ എടുക്കും, ഒരു ചാപ്റ്ററൊക്കെ സെമിനാറായിട്ട് തരും. അപ്പോൾ നിങ്ങൾ സെമിനാർ എടുക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ, ഒരു പ്രസൻറ്റേഷനാണ് നടത്താൻ പോകുന്നത്, ആ സമയത്ത് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഫസ്റ്റ് വൺ, കമ്മ്യൂണിക്കേറ്റ് എഫക്റ്റീവ്ലി, സ്പീക്ക് ലൗഡ്ലി, സ്ലോലി ആൻഡ് ക്ലിയർലി ടു ദ ഓഡിയൻസ്. നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ എന്ത് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഉറക്കെ സംസാരിക്കുക. ഇപ്പോൾ ക്ലാസ്സിൽ 60 കുട്ടികൾക്കും കേൾക്കാൻ പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യുക, സംസാരിക്കുക. സ്ലോലി, സാവധാനത്തിലായിരിക്കണം സംസാരിക്കണം. അല്ലാതെ നമ്മൾ ചെന്ന് നിൽക്കുമ്പോഴേ നമ്മളുടെ ടോപ്പിക് എന്താണെന്ന് സ്പീഡിൽ പറഞ്ഞിട്ട് പോയിരിക്കാന്നല്ല, നമ്മളത് നല്ല രീതിയിൽ നമ്മൾ ഓഡിയൻസിലേക്ക് കൺവേ ചെയ്യണം. ക്ലിയർലി ടു ദ ഓഡിയൻസിന് ക്ലിയർ ആയിട്ട് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് കഴിയണം. പിന്നെ നമ്മുടെ വോയിസിൽ എന്ത് ചെയ്യണം, മോഡുലേഷൻ വരുത്തണം. അതായത് ഇപ്പം അങ്ങനെ ഓരോ വാക്കുകൾ പറയുമ്പം അതിനനുസരിച്ച് എന്ത് ചെയ്യണം, നമ്മുടെ വാക്കുകളിലും നമ്മളുടെ വേ ഓഫ് പ്രസൻറ്റേഷനിലും മോഡുലേഷൻ വരുത്തേണ്ടതാണ്. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് ഇത് മനസ്സിലായല്ലോ. എസെൻഷ്യൽ നമ്മളെന്താണ്, എഫക്റ്റീവ് ആയിരിക്കണം, ലൗഡ്ലി സംസാരിക്കണം, സ്ലോലി ആയിരിക്കണം, ക്ലിയർലി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കഴിയണം. സെക്കൻഡ് വൺ, ട്രൈ ടു മേക്ക് ഐ കോണ്ടാക്ട് വിത്ത് ഓഡിയൻസ് ഓൺ മേക്കിംഗ് ദി പ്രസൻറ്റേഷൻ. നമ്മളെപ്പോഴും ഐ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ചില ടീച്ചേഴ്സൊക്കെ പഠിപ്പിക്കുന്നത് കാണും, ഒരു കുട്ടിയെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് എന്ത് ചെയ്യും, പഠിപ്പിക്കും. ആ ഒരു കുട്ടിയെ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ടീച്ചർ നോക്കത്തുള്ളൂ. അപ്പോൾ ടീച്ചറിൻ്റെ പ്രശ്നമായിരിക്കത്തില്ല അത്. ടീച്ചർ എന്താണ്, വർഷങ്ങളായിട്ട് തുടർന്നു പോന്നുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ ഒരു ഫസ്റ്റ് ബെഞ്ചിൽ ഇരിക്കുന്ന കുട്ടിയെ നോക്കി അങ്ങ് പഠിപ്പിക്കുകയാണ്. പക്ഷേ ടീച്ചർ എന്താണ് ചെയ്യേണ്ടത്, ക്ലാസ്സിന് എല്ലാ കുട്ടികളിലേക്കും ഐ കോണ്ടാക്റ്റും വേണം, എല്ലാ കുട്ടികളുടെയും ശ്രദ്ധിക്കുകയും വേണം. അല്ലാതെ ഒരാളെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നാലുള്ള പ്രശ്നം എന്ന് പറയുന്നത് ബാക്കി സ്റ്റുഡൻസ് എന്ത് ചെയ്യത്തില്ല, ശ്രദ്ധിക്കത്തില്ല. അപ്പോൾ ആ ഒരു സ്റ്റുഡൻറ്റ് മാത്രം എന്ത് ചെയ്യും, ടീച്ചറിനെ ഇങ്ങോട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. നെക്സ്റ്റ് വൺ,
To presenter should be very thorough with the topic that present being a prepared most important elements of presentation. He should have full command of the subject matter that he present. നമ്മൾ എന്താണോ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് ആ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള അറിവ് നമുക്കുണ്ടായിരിക്കും. എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യേണ്ടത്, അല്ലെ ഏത് രീതിയിൽ പ്രസൻറ്റ് ചെയ്യണം, എങ്ങനെ നമുക്ക് ഓഡിയൻസിനെ കൺവേ ചെയ്യിപ്പിക്കുക എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. 4. ദ പ്രസൻറ്റർ ഷുഡ് ബി വെരി റിലാക്സ്ഡ് ആൻഡ് കോൺഫിഡൻറ്റ്. നല്ല രീതിയിൽ റിലാക്സ്ഡ് ആയിരിക്കണം, അതുപോലെ തന്നെ കോൺഫിഡൻ്റ് ആയിരിക്കണം. നമുക്ക് എല്ലാവർക്കും ഇനി സ്റ്റേജിൽ കയറാൻ പേടിയുള്ളവരായിരിക്കും. സ്റ്റേജിൽ നിന്നല്ല, മുമ്പിൽ വന്ന് പ്രസൻറ്റ് ചെയ്യാനും പേടിയുള്ളവരായിരിക്കും. കൈകൾ വിറയ്ക്കുമായിരിക്കും, ശബ്ദം ഇടറുമായിരിക്കും. പക്ഷെ നമ്മൾ കുറച്ച് നേരം എന്ത് ചെയ്യുക, ഇത് ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക, എല്ലാവർക്കും വരുന്ന ഒരു കാര്യമാണ് സ്റ്റേജ് ഫ്രൈറ്റ് എന്നുള്ളത്. എല്ലാവരിലും ഉണ്ട്. പക്ഷെ ചിലവരിൽ ഫിസിക്കലായിട്ടുള്ള അപ്പിയറൻസിൽ നമുക്കത് മനസ്സിലാവത്തില്ല, ആ വ്യക്തിക്ക് പേടിയുണ്ടെന്ന്. പക്ഷേ എല്ലാ വ്യക്തികൾക്കും, അതായത് ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന വ്യക്തികൾക്ക് പോലും ഒരു സ്റ്റേജിൽ കയറി നിന്ന് സംസാരിക്കാനുള്ള പേടിയുണ്ട്. പക്ഷേ അവരുടെ വേ ഓഫ് പ്രസൻറ്റേഷനിലൂടെ നമുക്കത് തോന്നുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ വിചാരിക്കുക നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നവരെല്ലാം നമ്മളുടെ സുഹൃത്തുക്കളാണ്, അവർക്കും നമ്മളുടെ അത്രയും തന്നെ നോളജേ ഉള്ളൂ. ചിലപ്പോൾ നമ്മൾ പറയുന്ന ടോപ്പിക്ക് അവർക്ക് അറിയത്തുകൂടിയില്ല, നമ്മൾ പറയുമ്പോഴാണ് അവർക്ക് ടോപ്പിക് എന്താണെന്ന് മനസ്സിലാവുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, അതനുസരിച്ച് എന്ത് ചെയ്യുക, പ്രസൻറ്റ് ചെയ്യുക. നമുക്ക് എന്താണോ ടോപ്പിക്ക്, ആ ടോപ്പിക്ക് കൃത്യമായി പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ടെൻഷൻ വരത്തില്ല. നമുക്ക് കിട്ടുന്ന ടോപ്പിക്കിൽ നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രമേ, എവിടെയെങ്കിലും വെച്ച് തെറ്റിപ്പോകുമെന്ന് തോന്നുമ്പോൾ മാത്രമേ നമുക്ക് പേടി തോന്നത്തുള്ളൂ. എവിടെയെങ്കിലും വെച്ച് തെറ്റിപ്പോകൂ എന്നുള്ളൊരു ഇതുകൊണ്ടാണ് ഇപ്പോഴേ നമ്മൾ എന്ത് ചെയ്യുന്നിരിക്കുന്നത്, ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആ പോർഷനിലേക്ക് എത്തുമ്പോൾ അവിടെ തെറ്റ് വരാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, മുന്നേ തീരുമാനിക്കുകയാണ്. അപ്പം നമുക്ക് എന്ത് പറ്റും, തെറ്റുകൾ ആദ്യം തൊട്ടേ ആ പേടി നമ്മുടെ പ്രസൻറ്റേഷനിൽ അഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ടോപ്പിക് എന്താണോ ആ ടോപ്പിക്ക് കൃത്യമായിട്ട് മലയാളത്തിലായാലും ഇംഗ്ലീഷിലായാലും കൃത്യമായിട്ട് അത് മനസ്സിലാക്കി പ്രസൻറ്റ് ചെയ്താൽ നമുക്ക് പേടി ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളൊരു പ്രസൻറ്റേഷനിൽ പറയുന്നത്. ഇതിപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ ഇനിയും സെമിനാറൊക്കെ എടുക്കാൻ പോകുന്നവരാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. ഇനി 2 രീതിയിലാണ് പ്രസൻറ്റേഷൻ ഉള്ളത്. ഇൻഡിവിജ്വൽ പ്രസൻറ്റേഷനും ഉണ്ട്, ടീം പ്രസൻറ്റേഷനും ഉണ്ട്. അപ്പോൾ ഇൻഡിവിജ്വൽ പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഒരു പേഴ്സൺ തന്നെ എന്ത് ചെയ്യണം, ഓൺലി 1 person ഈസ് ഓതറൈസ്ഡ് ടു പ്രസൻറ്റ്. ഒരു പേഴ്സൺ തന്നെ പ്രസൻറ്റ് ചെയ്യുവാണെങ്കിൽ അതിനെ നമ്മൾ ഇൻഡിവിജ്വൽ പ്രസൻറ്റേഷൻ എന്ന് പറയും. അപ്പോൾ ടീം പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, കുറേ പാർട്ടിസിപ്പൻറ്റ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് അല്ലെങ്കിൽ പീപ്പിൾസ് ഡിവൈഡ് ചെയ്ത് ഓരോ ഗ്രൂപ്പാക്കി മാറി ആ ഗ്രൂപ്പിൽ നിന്ന് അവരെന്ത് ചെയ്യുന്നു, കുറച്ച് ആ സബ്ജക്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഒരു ലെക്ചർ മെത്തേഡിലോ സ്പീച്ച് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ടീം പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡിവിജ്വൽ പ്രസൻറ്റേഷൻ എന്താണെന്ന് നോക്കാം. Individual seminar presentation is one in which only one person is authorized to present the topic pertaining to a particular subject and others listen to him. ഒരു സിംഗിൾ പേഴ്സൺ അല്ലെ only one person authorized to present the topic. ആ ടോപ്പിക്കിനെ കുറിച്ച് എന്ത് ചെയ്യാണ്, പ്രസൻറ്റ് ചെയ്യാണ്. മറ്റ് എല്ലാ വ്യക്തികളും അല്ലെ മറ്റ് ഓഡിയൻസ് എല്ലാവരും അത് എന്ത് ചെയ്യാണ്, ലിസൺ ചെയ്യുവാണെങ്കിൽ അതിനെ നമ്മൾ ഇൻഡിവിജ്വൽ പ്രസൻറ്റേഷൻ എന്നാണ് പറയുന്നത്. ചിലപ്പോൾ ഒരു സ്മാൾ ഗ്രൂപ്പ് ഓഫ് ക്ലാസ് റൂം ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു വർക്ക് പ്ലേസ് ആയിരിക്കാം, അല്ലെങ്കിൽ അതൊരു പ്രൈവറ്റ് ഹാളോ പബ്ലിക് പ്ലേസോ ആയിരിക്കാം. പക്ഷെ ഒരു വ്യക്തി മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, പ്രസൻറ്റ് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ എങ്ങനെയാണ്, ഒരു ഓർഗനൈസേഷനിൽ മാനേജർ എന്ത് ചെയ്യാണ്, വന്ന് പ്രസൻറ്റ് ചെയ്യാണ്. ഇന്നത്തെ വർക്കുകൾ ഈ രീതിയിലാണ് പോകേണ്ടത്, ഈ രീതിയിൽ പോയാലാണ് നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യാണ്, ഒരു പ്രസൻറ്റേഷൻ നടത്തുകയാണ്. ബാക്കിയുള്ള എംപ്ലോയീസ് എല്ലാം അത് എന്ത് ചെയ്യാണ്, കേട്ടുകൊണ്ട് ഇരിക്കുകയാണ്. ഇനി ടീം പ്രസൻറ്റേഷനാണ്. Team presentation is a form of presentation in which the participants are divided into different teams and each teams present information on a certain subject matter through a team leader. അതായത് കുറേ പേര് ചേർന്നിട്ട് അല്ലെങ്കിൽ ഒരു 3-4 പേര് ചേർന്നിട്ട് ഓരോ ഗ്രൂപ്പുകളായിട്ട് മാറുകയും ആ ഗ്രൂപ്പ് ആ ടോപ്പിക്കിനെ പറ്റി ഡിസ്കസ് ചെയ്യും. അതിൽ നിന്ന് ഒരു ലീഡറായിട്ട് ഒരാൾ വന്ന് അത് പ്രസൻറ്റ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ടീം പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കോമ്പയറിങ് നടക്കുകയാണ്, അല്ലെങ്കിൽ ഒരു അസംബ്ലി കണ്ടക്ട് ചെയ്യണം, അതെന്താണ്, ഒരു ഗ്രൂപ്പ് പ്രസൻറ്റേഷനാണ്. നമ്മുടെ അസംബ്ലി എന്താണ്, ഒരു ഗ്രൂപ്പ് പ്രസൻറ്റേഷനാണ്. അവിടെ ഒരുപാട് കുട്ടികൾ വന്ന് എന്ത് ചെയ്യുന്നുണ്ട്, പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഒരു ക്ലാസ്സിലെ കുട്ടികളായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലബിലെ കുട്ടികളായിരിക്കാം. അവരെന്താണ്, കൃത്യമായിട്ട് വന്ന് പ്രസൻറ്റ് ചെയ്യണം. അതിനെയാണ് നമ്മൾ ടീം പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇതൊരു ചെറിയ ഒരു പോയിൻ്റായിട്ട് ആദ്യം തന്നിട്ടുണ്ടെന്നേ ഉള്ളൂ പ്രസൻറ്റേഷൻ.
അപ്പോൾ നമുക്ക് ഇൻഡിവിജ്വലും ഗ്രൂപ്പും പഠിച്ചു. ഇനി ഈ ഇൻഡിവിജ്വലും ഗ്രൂപ്പും പ്രസൻറ്റേഷനെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. പല രീതിയിലുള്ള മെത്തേഡ്സിലൂടെ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ മെത്തേഡ്സ് എല്ലാം ഒരു ചെറിയതായിട്ട് ബ്രീഫ് സ്റ്റഡി നടത്താനാണ് നിങ്ങളുടെ സിലബസിൽ കൊടുത്തിരിക്കുന്നത്. ബ്രീഫായിട്ട് ആ മെത്തേഡ്സ് ഏതൊക്കെയാണെന്നുള്ളത് മാത്രം പഠിച്ചാൽ മതി. ചിലപ്പോൾ ഇതൊരു എസ്സേ ആയിട്ട് വാട്ട് ആർ ദി മെത്തേഡ്സ് ഓഫ് ഗുഡ് പ്രസൻറ്റേഷൻ, ഏതൊക്കെ മെത്തേഡ്സാണ് യൂസ് ചെയ്യുന്നതെന്നായിരിക്കും ക്വസ്റ്റ്യൻസ്. ആ മെത്തേഡ്സ് ഇതൊക്കെയാണ്: ഒബ്സർവേഷൻ മെത്തേഡ്, റീഡിംഗ് ടെക്നിക്സ്, ലിസണിങ് ടു ലെക്ചർ, നോട്ട് ടേക്കിംഗ്, സെമിനാർ ആൻഡ് വർക്ക്ഷോപ്പ്, കോൺഫറൻസ്, ഫീൽഡ് സ്റ്റഡീസ്, കേസ് സ്റ്റഡീസ് ആൻഡ് പ്രോജക്റ്റ് റിപ്പോർട്ട്. ഇത്രയും മെത്തേഡ്സിനെ കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ ആദ്യത്തെ ഒബ്സർവേഷൻ മെത്തേഡ്, റീഡിംഗ് ടെക്നിക്സ് ഒക്കെ നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ ചേർക്കാം. ബാക്കിയുള്ളത് 2 ക്ലാസ്സുകൾ കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി ഇമ്പോർട്ടൻ്റ് പാർട്ട് ഓഫ് പ്രസൻറ്റേഷന് 3 തരത്തിലുള്ള പാർട്ടാണുള്ളത്. നമ്മൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 3 രീതിയാണുള്ളത്. ഒന്ന് ഇൻട്രൊഡക്ഷൻ, സെക്കൻഡ് വൺ മെയിൻ ബോഡി, തേർഡ് കൺക്ലൂഷൻ. ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ ക്ലാസ് എടുക്കാൻ ചെല്ലുകയാണ്, ഒരു സെമിനാർ എടുക്കാൻ ചെല്ലുകയാണെങ്കിൽ നമ്മളെങ്ങനെ പറയും? ഗുഡ് മോർണിംഗ്, ടുഡേ വി ഡിസ്കസ് ദ ടോപ്പിക് എന്ന് പറഞ്ഞ് നമ്മളുടെ ടോപ്പിക് എന്ത് ചെയ്യാണ്? ഡിസ്കസ് ചെയ്യുകയാണ്. അതെന്താണ്? ഒരു ഇൻട്രൊഡക്ഷൻ ഫേസ് ആണ്. നമ്മൾ നമ്മുടെ ടോപ്പിക് എന്താണ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും നമ്മൾ എന്താണോ ഇന്ന് ക്ലാസ് എടുക്കുന്നത് അത് അവരെ എന്ത് ചെയ്യണം? മനസ്സിലാക്കുകയും ചെയ്യണം. നമുക്ക് ചിലപ്പം വേണമെങ്കിൽ ഒരു സ്റ്റോറിയിലൂടെയോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നടന്ന എന്തെങ്കിലും ഇൻസിഡൻറ്റിലൂടെയൊക്കെ നമ്മൾ പഠിപ്പിക്കാൻ പോകുന്ന കാര്യങ്ങളെ എന്ത് ചെയ്യാൻ പറ്റും? പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ BEd സ്റ്റുഡൻസ് ഒക്കെ എന്താണ് നിങ്ങളുടെ സ്കൂളിലൊക്കെ പഠിപ്പിക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അവരെങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? നേരിട്ട് ആ ടോപ്പിക്കിലേക്ക് വരുമല്ല, ആ ടോപ്പിനെ കുറിച്ച് ആദ്യം ഒരു കഥ പറയുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും സിറ്റുവേഷൻ പറയുകയോ, ആ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾക്കിത് കണ്ടെത്താൻ കഴിയുമോ? നമ്മൾ ഇന്ന് എന്താണ് പഠിക്കാൻ പോകുന്നത് കണ്ടെത്താൻ കഴിയുമോ? ഇങ്ങനെയൊക്കെ ചോദിച്ച ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് നമ്മളുടെ പ്രസൻറ്റേഷനിൽ എപ്പോഴും വേണം. ഇനി ഒരു സെമിനാർ ആണെങ്കിൽ ജസ്റ്റ് ഗുഡ് മോർണിംഗ് പറയാം, ടുഡേ വി ഡിസ്കസ് ദ ടോപ്പിക്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇതിനെ പറ്റിയാണെന്നൊന്ന് പറയാം. ദെൻ നമ്മുടെ മെയിൻ ബോഡിയിലേക്ക് വരികയാണ്. എന്താണോ നമ്മുടെ സബ്ജക്റ്റ്, ആ സബ്ജക്റ്റിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം? സംസാരിക്കുക. ലാസ്റ്റ് ഒരു കൺക്ലൂഷൻ വേണം. ഇപ്പോൾ ക്ലാസ്സിലാണെങ്കിൽ, ഇപ്പം ക്ലാസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ സ്കൂളുകളിൽ എങ്ങനെയാണെങ്കിൽ നമ്മൾ ലാസ്റ്റ് പറയും ഇന്നെന്താണ് നമ്മൾ പഠിച്ചത്, എല്ലാവരോടും കൂടെ ചോദിക്കും ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്, മീനിങ് പഠിച്ച്, ഡെഫിനേഷൻ പഠിച്ച്. അപ്പം ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ കൃത്യമായിട്ട് നമ്മളുടെ ക്ലാസ്സിൻ്റെ അവസാനം നമ്മൾ പറഞ്ഞിരിക്കണം. അതാണ് കൺക്ലൂഷൻ എന്ന് പറയുന്നത്. അങ്ങനെ 3 എലമെൻറ്റ്സ് അല്ലെങ്കിൽ 3 പാർട്ടാണ് ഒരു പ്രസൻറ്റേഷൻ ഉണ്ടായിരിക്കേണ്ടത്. ഇൻട്രൊഡക്ഷൻ വേണം, ദെൻ മെയിൻ ബോഡി, ലാസ്റ്റ് കൺക്ലൂഷൻ. ഇത്രയാണ് ഒരു ഇൻട്രൊഡക്ഷനായിട്ട് ഈ ഒരു മൊഡ്യൂളിൽ പറയാനുള്ളത്. ഇനി നമ്മൾ പോകുന്നത് മെത്തേഡ്സിലേക്കാണ്. ഫസ്റ്റ് മെത്തേഡ് ഒബ്സർവേഷൻ മെത്തേഡാണ്. ഒരു ഒബ്സർവേഷൻ മെത്തേഡിലൂടെ നമുക്ക് എങ്ങനെ പ്രസൻറ്റേഷൻ കണ്ടക്ട് ചെയ്യാമെന്നാണ് പറയുന്നത്. ഫസ്റ്റ് ഒബ്സർവേഷൻ മെത്തേഡ് നോക്കിക്കോളൂ. Observation act as fundamental and the basic methods of getting information about anything. Observation method is a technique used for getting information about various things around us by observing those things and the process related to those things draw a meaningful conclusion. നമ്മൾ തന്നെ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം നമ്മളൊരു പ്രസൻറ്റേഷൻ നടത്തുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഒബ്സർവേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. നമ്മൾ ഒബ്സർവേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞ ഒരു ടെക്നിക്കാണ് യൂസ്ഡ് ഫോർ ഗെറ്റിംഗ് ഇൻഫർമേഷൻ അബൌട്ട് വേരിയസ് തിങ്സ്. പല രീതിയിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇൻഫർമേഷൻസ് ഗെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മെത്തേഡിനെയാണ് നമ്മൾ ഒബ്സർവേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഈ മെത്തേഡിൽ കെയർഫുള്ളി വാച്ചിങ് ദ തിങ്സ് ആൻഡ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദം ഇൻ ഡെപ്ത്. കാര്യങ്ങളെ കണ്ട് മനസ്സിലാക്കുകയും അതിനെ ആഴത്തിൽ മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഒബ്സർവേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഈ ഒബ്സർവേഷൻ മെത്തേഡിലൂടെ നമ്മൾ നമ്മളുടെ വ്യൂ പോയിന്റിലാണ് കാര്യങ്ങൾ മനസ്സിലാക്കുകയും അതുവഴി കാര്യങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്നത്. ഇനി വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഒബ്സർവേഷൻ മെത്തേഡ്? ഈ ഒബ്സർവേഷൻ മെത്തേഡിന് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് ഉള്ളതെന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സിമ്പിൾ മെത്തേഡാണ്. കാരണം എന്താണ്? ജസ്റ്റ് ഒരു നമ്മൾ എന്ത് ചെയ്യണം? ഒബ്സർവ് ചെയ്യണം. കാര്യങ്ങളെ ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കുന്ന ഒരു മെത്തേഡാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു സിംപ്ലസ്റ്റ് മെത്തേഡാണെന്ന് നമുക്ക് പറയാൻ കഴിയും.
സെക്കൻഡ് വൺ ഗ്രേറ്റ് ആക്യുറൻസി. ആരാണോ പ്രസൻറ്റ് ചെയ്യുന്നത് ആ വ്യക്തി കൃത്യമായി ഡയറക്റ്റ്ലി ആ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, ചെക്ക് ചെയ്യുകയും ഒബ്സർവ് ചെയ്യുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഇതിൻ്റെ ആക്യുറസി വളരെയധികം കൂടുതലായിരിക്കും. കാര്യങ്ങൾ കൃത്യമായിട്ട് റിലയബിൾ ആയിരിക്കും. അതായത് നമ്മൾ മറ്റൊരു നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ അല്ല, അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും എഴുതി വെച്ചിരിക്കുന്ന ഇൻഫർമേഷൻ അല്ല, നമ്മൾ തന്നെ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്ത് കണ്ടെത്തുന്നതാണ് ഈ മെത്തേഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതെന്താണ്, ഗ്രേറ്റർ ആക്യുറസി ഉണ്ടായിരിക്കും. തേർഡ് പോയിന്റ് ഡയറക്റ്റ് മെത്തേഡ് ഫോർ കളക്റ്റിംഗ് ഡേറ്റ കളക്ട് ചെയ്യാനുള്ള ഡയറക്റ്റ് മെത്തേഡാണ് ഒബ്സർവേഷൻ മെത്തേഡ്. നമ്മൾ ഹ്യൂമൻസിൻ്റെ ബിഹേവിയറും അതുപോലെ തന്നെ മാർക്കറ്റിൻ്റെ ട്രെൻഡ്സും ഒക്കെ മനസ്സിലാക്കാൻ നമുക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്യാം. നെക്സ്റ്റ്, ഇതൊരു യൂണിവേഴ്സൽ മെത്തേഡാണ്. കോമൺ മെത്തേഡ് യൂസ്ഡ് ഇൻ ഓൾ സയൻസ് വെദർ ഫിസിക്കൽ ഓർ സോഷ്യൽ. എല്ലാ രീതിയിലും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഒബ്സർവേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഇതിന് മറ്റ് തടസ്സങ്ങളൊന്നുമില്ല. എന്താണ്, ആ പ്രസൻറ്റ് ചെയ്യുന്ന വ്യക്തി അല്ല, ആരാണോ ഒബ്സർവ് ചെയ്യുന്ന വ്യക്തി അയാൾ നല്ല രീതിയിൽ കാര്യങ്ങൾ യൂസ് ചെയ്താൽ മതി. നെക്സ്റ്റ്, ഒബ്സർവേഷൻ ഈസ് ഓൺലി അപ്രോപ്രിയേറ്റ് ടൂൾസ് ഫോർ സർട്ടൻ കേസസ്. ഒബ്സർവേഷൻ ക്യാൻ ഡീൽ വിത്ത് ഫിനോമിന വിച്ച് ആർ നോട്ട് കേപ്പബിൾ ഓഫ് ഗിവിംഗ് വെർബൽ ഇൻഫർമേഷൻ അബൌട്ട് ദ ബിഹേവിയർ, ഫീലിംഗ് ആൻഡ് ആക്ടിവിറ്റീസ് ആർ എക്സാമ്പിൾ ഇൻഫാൻസ് ഓർ അനിമൽസ്. ചിലത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്തെടുത്താൽ മാത്രമേ കാര്യങ്ങൾ കിട്ടുന്ന ചില ഇൻഫർമേഷൻ ഉണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഒബ്സർവേഷൻ മെത്തേഡ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. നെക്സ്റ്റ്, ഇൻഡിപെൻഡൻറ്റ് ഓഫ് പീപ്പിൾ വില്ലിങ്നെസ്. does not require the willingness of people to provide various information about them. നമുക്ക് എന്ത് ചെയ്യണം, ആൾക്കാരുടെ സഹായം വേണ്ട. നമ്മൾ മിക്ക മെത്തേഡും എങ്ങനെയാണ്, അവർ തന്നെ ചിലപ്പോൾ അവരെക്കുറിച്ച് പറയുകയാണ്, അല്ലെ അവർ തന്നെ എന്തെങ്കിലും ഇൻഫർമേഷൻ തരികയാണ്. പക്ഷേ ഒബ്സർവേഷൻ മെത്തേഡിൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ തന്നെ ഒബ്സർവ് ചെയ്ത് കാര്യങ്ങൾ കണ്ടെത്തുകയാണ്. അതുകൊണ്ട് തന്നെ പീപ്പിൾസിൻ്റെ വില്ലിങ്നെസ് അവിടെ നമുക്ക് ആവശ്യമില്ല. നെക്സ്റ്റ് വൺ ഡിസഡ്വാൻറ്റേജസ് ആണ് ഇനി നോക്കുന്നത്. ഫസ്റ്റ് വൺ നോൺ ആക്സസബിലിറ്റി. എന്താണ്, പെട്ടെന്ന് എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റണമെന്നില്ല, ആക്സസ് പറ്റണമെന്നില്ല. ചിലപ്പോൾ പേഴ്സണൽ ബിഹേവിയർ അല്ലെങ്കിൽ സീക്രട്ട് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ആയിരിക്കും. അത് എല്ലാവരുടെയും ഓപ്പൺ ആവണമെന്നില്ല, നമുക്കൊരു ഓപ്പൺ ആയിട്ട് ഒബ്സർവ് ചെയ്യാൻ കഴിയണമെന്ന് ഇല്ല. നെക്സ്റ്റ് വൺ അൺസർട്ടനിറ്റി ഓഫ് ഈവൻറ്റ്സ്. പല കാര്യങ്ങളും എന്താണ്, അൺസർട്ടൺ ആണ്, എപ്പോൾ സംഭവിക്കുമെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ചില അൺസർട്ടൺ സിറ്റുവേഷൻസ് ഒന്നും നമുക്ക് സ്റ്റഡിയാക്കാൻ പറ്റത്തില്ല. നെക്സ്റ്റ് ലാക്ക് ഓഫ് റിലയബിലിറ്റി ആണ്. ഒബ്സർവേഷൻ മെത്തേഡ് മൊത്തത്തിൽ നമുക്ക് റിലയബിൾ ആണെന്ന് പറയാൻ പറ്റത്തില്ല. പല ഫാക്ടേഴ്സും, അതായത് ആ ഒബ്സർവറിൻ്റെ പേഴ്സണൽ ബയാസും കാര്യങ്ങളും ഇതിനെ അഫക്റ്റ് ചെയ്യും. അടുത്ത ഫാൾട്ടി പെർസെപ്ഷൻ. അതായത് 2 ഒബ്സർവേഴ്സ് ആണ് സെയിം ഫിനോമിനയെ കുറിച്ചാണ്, ഇപ്പം 2 വ്യക്തികൾ ഒരു കാര്യത്തെക്കുറിച്ച് തന്നെയാണ് ഒബ്സർവ് ചെയ്യുന്നതെങ്കിൽ രണ്ടുപേരും ചിലപ്പോൾ 2 വ്യൂ പോയിന്റിലായിരിക്കും ഒബ്സർവ് ചെയ്യുന്നത്, അവനവൻ്റെ വ്യൂ പോയിന്റിലായിരിക്കും ഒബ്സർവ് ചെയ്യുന്നത്. അപ്പോൾ 2 പേരുടെയും പെർസെപ്ഷൻ ഒരുപോലെ ആവണമെന്ന് ഇല്ല. നെക്സ്റ്റ് വൺ ടൈം ടേക്കിംഗ് പ്രോസസ്സ്. ഒബ്സർവേഷൻ മെത്തേഡ് ആയതുകൊണ്ട് തന്നെ കുറേ ടൈം എടുക്കും. ഒരു ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത്, ഈ ഒബ്സർവേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എക്സ്പെൻസീവ് ആണ്, ഹൈ കോസ്റ്റ് വേണം, കാരണം ടൈം ഒരുപാട് വേണം, ഹാർഡ് വർക്ക് വേണ്ടതാണ് ഒരു പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു എക്സ്പെൻസീവ് പ്രോസസ്സാണെന്ന് പറയാൻ പറ്റും. നെക്സ്റ്റ് ഡിഫിക്കൽറ്റി ഇൻ ചെക്കിങ് വാലിഡിറ്റി. നമുക്കിതിൻ്റെ വാലിഡിറ്റി ചെക്ക് ചെയ്യാനുള്ളത് ഡിഫിക്കൽട്ടാണ്. കാരണം എന്ന് പറയുന്നത് ഇത് ഒരു വ്യക്തി കണ്ടെത്തിയ കാര്യമാണ്. അപ്പോൾ അദ്ദേഹം കണ്ടെത്തിയ കാര്യം തെറ്റാണെന്ന് പറയാനുള്ള ഇത് നമുക്കില്ല. കാരണം അദ്ദേഹത്തിൻ്റെ വ്യൂ പോയിന്റിലാണ് അദ്ദേഹം ആ കാര്യം കണ്ടെത്തിയതും ഒബ്സർവ് ചെയ്തതും. അതുകൊണ്ട് തന്നെ അതൊരിക്കലും തെറ്റാണെന്ന് പറയാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒബ്സർവേഷൻ മെത്തേഡിലൂടെ നമുക്ക് കിട്ടിയ കാര്യങ്ങളെ നമുക്ക് പ്രസൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ നെക്സ്റ്റ് മെത്തേഡാണ് നോക്കുന്നത്, റീഡിങ് ടെക്നിക്സ്. അപ്പോൾ ഫസ്റ്റ് മെത്തേഡിൽ നമ്മൾ പറഞ്ഞത് കാര്യങ്ങൾ ഒബ്സർവ് ചെയ്ത് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഒബ്സർവേഷൻ മെത്തേഡ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് റീഡിങ് ടെക്നിക്സ് ആണ്. എന്താണ്, കാര്യങ്ങൾ നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നതിനെയാണ് നമ്മൾ റീഡിങ് ടെക്നിക്സ് എന്ന് പറയുന്നത്. റീഡിങ് ടെക്നിക്സ് എന്ന് പറയുന്നത് ഒരു കോഗ്നിറ്റീവ് പ്രോസസ്സാണ് വിച്ച് റിക്വയർസ് മെൻ്റൽ സ്റ്റെബിലിറ്റി ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് ദി റീഡറിൻ്റെ മെൻ്റൽ സ്റ്റെബിലിറ്റിയും കോൺസെൻട്രേഷനും ഉപയോഗിച്ച് കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കുന്നതിനെയാണ് നമ്മൾ റീഡിങ് ടെക്നിക്സ് എന്ന് പറയുന്നത്.
മോസ്റ്റ്ലി എ പേഴ്സൺ ഗ്യാദർ ഇൻഫർമേഷൻ കണ്ടെയ്ൻ ഇൻ എ ടെക്സ്റ്റ് ബുക്ക് ഓർ ഡോക്യുമെൻറ്റ്. ഒരു ടെക്സ്റ്റ് ബുക്കിൽ നിന്നാവാം, അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സിൽ നിന്നായിരിക്കും കാര്യങ്ങൾ അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് റീഡ് ചെയ്ത് മനസ്സിലാക്കുന്നത്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ബികോമിന് പഠിക്കാനുള്ള ടെസ്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യണം, വായിച്ച് മനസ്സിലാക്കുകയാണ്. അല്ലാതെ ഒരിക്കലും നമ്മളത് ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കുകയല്ല, നമ്മൾ എന്ത് ചെയ്യണം, വായിച്ച് കാര്യം എന്താണെന്ന് എന്ത് ചെയ്യാണ്, മനസ്സിലാക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് ഓൺലൈനായിട്ടും നോട്ട്ബുക്കുകൾ വായിക്കും. ഇപ്പോൾ നമ്മൾ യൂട്യൂബിൽ വീഡിയോ കാണുന്നു, ഇങ്ങനെയുള്ള പല രീതിയിൽ നമുക്ക് ആ ബികോമിൻ്റെ കാര്യങ്ങൾ പഠിക്കാൻ കഴിയും. അപ്പം എങ്ങനെയൊക്കെ രീതിയിൽ നമുക്ക് വായിക്കാം, ന്യൂസ് പേപ്പർ വായിക്കാം, ടെക്സ്റ്റ് ബുക്ക് വായിക്കാം, മാഗസീൻസ് വായിക്കാം, അതുപോലെ പല രീതിയിലുള്ള റിപ്പോർട്ടുകൾ വായിക്കാം. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ആകുമ്പം ബിസിനസ് ഓർഗനൈസേഷന് ബിസിനസ് റിപ്പോർട്ടുകൾ കാണും. ഇപ്പം നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് കാണും. ഇതൊക്കെ നമുക്ക് വായിച്ച് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ റീഡിങ് ടെക്നിക്സ് എന്ന് പറയുന്നത്. നമ്മൾ കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കുന്നതിനെയാണ് നമ്മൾ റീഡിങ് ടെക്നിക്സ് എന്ന് പറയുന്നത്. ഇനി ടെക്നിക്സ് ഫോർ എഫക്റ്റീവ് റീഡിങ് 3 രീതിയിൽ നമുക്ക് വായിക്കാം. ഓക്കെ, ഫസ്റ്റ് മെത്തേഡ് സ്കിമ്മിങ് ആണ്, സെക്കൻഡ് വൺ സ്കാനിങ് ആണ്, തേർഡ് വൺ ഡീറ്റെയിൽഡ് റീഡിങ് ആണ്. എന്താണ് സ്കിമ്മിങ്, സ്കാനിങ്, ഡീറ്റെയിൽഡ് റീഡിങ്? അപ്പോൾ സ്കിമ്മിങ് എന്ന് പറയുമ്പം ഒരു വ്യക്തിക്ക് പെട്ടെന്ന് തന്നെ ക്വിക്കിലി തന്നെ അതിൻ്റെ ഹെഡിങ്ങും സബ് ഹെഡിങ്ങും അതുപോലെ തന്നെ അതിൽ ഇലുസ്ട്രേഷനൊക്കെ വായിക്കുമ്പോൾ തന്നെ ഒരു ഓവർവ്യൂ കിട്ടുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ സ്കിമ്മിങ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ തന്നെ ബികോമിന് എന്താണ്, ചില കുട്ടികൾ അതിൻ്റെ പോയിൻറ്റുകൾ മാത്രം പഠിക്കുന്നത്, അതെന്താണ്, ഒരു സ്കിമ്മിങ് മെത്തേഡാണ്. അപ്പോൾ പോയിൻ്റ് വായിച്ചു കഴിഞ്ഞാൽ അകത്ത് അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്ത് എഴുതണമെന്ന് എന്ത് ചെയ്യുന്നു, മനസ്സിലാക്കാൻ പറ്റും. അതാണ് സ്കിമ്മിങ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ ആദ്യത്തെ ഹെഡിങ് മാത്രം വായിക്കുന്നു, എന്നിട്ട് ന്യൂസ് പേപ്പറിലുള്ള കാര്യങ്ങൾ ഇതാണെന്നുള്ളത് മനസ്സിലാക്കി എടുക്കുകയാണെങ്കിൽ ആ മെത്തേഡിനെ നമ്മൾ സ്കിമ്മിങ് മെത്തേഡ് എന്ന് പറയും. സെക്കൻഡ് വൺ സ്കാനിങ് മെത്തേഡാണ്. അതായത് നമുക്ക് വേണ്ടുന്ന സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ എവിടെയാണോ അത് നമ്മൾ സ്കാൻ ചെയ്ത് വായിക്കുന്നതിനെയാണ് നമ്മൾ സ്കാനിങ് എന്ന് പറയുന്നത്. എല്ലാ കാര്യങ്ങളും വായിക്കത്തില്ല, അതായത് എല്ലാത്തിൻ്റെയും ഹെഡിങ്ങും സബ് ഹെഡിങ്ങും ഒന്നും വായിക്കത്തില്ല. നമുക്ക് വേണ്ടുന്ന ഇൻഫർമേഷൻ എവിടെയാണോ ആ ഇൻഫർമേഷൻ, സ്പെസിഫിക് ഇൻഫർമേഷൻസ് എന്തെങ്കിലും വേർഡ്സ് യൂസ് ചെയ്തോ കീവേഡ്സ് ഒക്കെ യൂസ് ചെയ്ത് അത് മാത്രം വായിച്ച് മനസ്സിലാക്കുന്നതിനെയാണ് നമ്മൾ സ്കാനിങ് എന്ന് പറയുക. സ്കാൻ ചെയ്തെടുക്കുക, നമുക്ക് ഏതാണോ വേണ്ടത് അപ്പോൾ അതെന്ത് ചെയ്യാണ്, സ്കാൻ ചെയ്ത് എടുക്കുകയാണ്. മൂന്നാമത്തെ മെത്തേഡാണ് ഡീറ്റെയിൽഡ് റീഡിങ്. ഡീറ്റെയിൽഡ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ ഹെഡിങ്ങും സബ് ഹെഡിങ്ങും അതിൻ്റെ എക്സ്പ്ലനേഷനും എല്ലാ കാര്യങ്ങളും വായിച്ചിട്ട് കൃത്യമായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഡീറ്റെയിൽഡ് റീഡിങ് എന്ന് പറയുന്നത്. എന്താണ്, ഹെഡിങ് വായിക്കുന്നു, ഹെഡിങ് വായിച്ചിട്ട് സബ് ഹെഡിങ് വായിക്കുന്നു, പിന്നെ അതിൻ്റെ ഓരോന്നിൻ്റെയും എക്സ്പ്ലനേഷൻ ഡീറ്റെയിൽഡ് ആയിട്ട് വായിക്കുന്നു. അതിനെയാണ് ഡീറ്റെയിൽഡ് റീഡിംഗ് എന്ന് പറയുന്നത്. അപ്പം സ്കിമ്മിങ്, സ്കാനിങ്, ഡീറ്റെയിൽഡ് റീഡിങ്, ഈ 3 രീതിയിലുള്ള റീഡിങ്ങും യൂസ് ചെയ്യുന്നവരാണ് നമ്മൾ പല കാര്യങ്ങൾക്കും. ഇപ്പം സ്കിമ്മിങ്, നമുക്ക് രാവിലെ പത്രം വായിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, സ്കിമ്മിങ് മെത്തേഡ് യൂസ് ചെയ്യും. ഹെഡിങ് മാത്രം, സമയമില്ലെങ്കിൽ ഹെഡിങ് മാത്രം വായിച്ചിട്ട് പോകും. ഇനി സ്കാനിങ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളോട് ഏതെങ്കിലും ഒരു ടോപ്പിക്ക് മാത്രം പ്രസൻറ്റ് ചെയ്യാനാണ് ടീച്ചർ പറയുന്നതെങ്കിൽ നമ്മൾ ആ പ്രസൻറ്റ് ചെയ്യേണ്ട ടോപ്പിക്ക് മാത്രം എന്ത് ചെയ്യും, വായിച്ച് മനസ്സിലാക്കും. ഒരു പുസ്തകത്തിൽ നിന്ന് ആ ഒരു ടോപ്പിക്ക് മാത്രം വായിച്ച് മനസ്സിലാക്കി അതെന്താണെന്ന് പഠിക്കും. അതിനെയാണ് നമ്മൾ സ്കാനിങ് എന്ന് പറയുന്നത്. അതും നമ്മൾ ചെയ്യാറുണ്ട്. 3 ഡീറ്റെയിൽഡ് റീഡിങ്. നമുക്ക് എക്സാമാണ്, എല്ലാ കാര്യങ്ങളും പഠിച്ചെങ്കിൽ മാത്രമേ എക്സാം എഴുതാൻ കഴിയുമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, എല്ലാ കാര്യങ്ങളും വായിച്ച് മനസ്സിലാക്കും. ഇനി സ്റ്റെപ്സ് ഫോർ എഫക്റ്റീവ് റീഡിങ്, എങ്ങനെയാണ് നമ്മൾ റീഡിങ് നടത്തേണ്ടത്? ഓക്കെ, അതിന് കുറച്ച് സ്റ്റെപ്പുകളുണ്ട്. ആ സ്റ്റെപ്പുകളാണ് താഴെ പറയുന്നത്. ഫസ്റ്റ് വൺ, ഡീറ്റെയിൽഡ് പ്രിവ്യൂ. നമ്മൾ എന്താണ് വായിക്കേണ്ടത്, ഏത് രീതിയിൽ വായിക്കണം, എങ്ങനെയായിരിക്കണം റീഡിങ്ങിൻ്റെ സ്പീഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വായിക്കുന്നതിന് മുമ്പേ നമ്മൾ തീരുമാനിക്കുന്നതിനെയാണ് ഡീറ്റെയിൽഡ് പ്രിവ്യൂ എന്ന് പറയുന്നത്. നമ്മളെല്ലാം വായിച്ചതിന് ശേഷം വായിക്കാൻ വേണ്ടി, അതായത് നമ്മൾ മുൻകൂട്ടി എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്, ഏത് രീതിയിൽ വായിച്ചാൽ നമുക്കത് മനസ്സിലാവുമായിരിക്കും, എങ്ങനെ വായിക്കണം, എത്രത്തോളം അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നതിനെയാണ് നമ്മൾ ഡീറ്റെയിൽഡ് പ്രിവ്യൂ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഫെമിലറൈസേഷൻ ഓഫ് വൊക്കാബുലറി. അതായത് ചില വേർഡ്സുകൾ നമുക്ക് മനസ്സിലാവണമെന്നില്ല. ഇപ്പോൾ നമ്മൾ ബികോമിൻ്റെ ടെസ്റ്റുകൾ പഠിക്കുമ്പം അതിൽ ചില വേർഡ്സ് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന വേർഡ്സുകളായിരിക്കും. അപ്പോൾ ആ വേർഡ്സ് എന്ത് ചെയ്യണം, നമ്മൾ ആ ഡിക്ഷണറി യൂസ് ചെയ്യാം. ഡിക്ഷണറി യൂസ് ചെയ്തിട്ട് ആ വേർഡ്സിൻ്റെ അർത്ഥം എന്ത് ചെയ്യണം, നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിനെയാണ് ഫെമിലറൈസേഷൻ ഓഫ് വൊക്കാബുലറി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം വായിക്കുന്നതിന് മുമ്പ് എങ്ങനെ വായിക്കണമെന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക. അതിനെയാണ് നമ്മൾ ഡീറ്റെയിൽഡ് പ്രിവ്യൂ എന്ന് പറയുന്നത്.
2 അതിൽ നമുക്കറിയാത്ത വേർഡുകൾ, ഫെമിലറൈസ് അല്ലാത്ത വേർഡ്സുകൾ ഡിക്ഷണറി നോക്കി ആ വേർഡ്സ് ഫെമിലറൈസ് ചെയ്യുക. തേർഡ് വൺ മാർക്കിങ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, അണ്ടർലൈൻ ചെയ്യുകയോ അല്ലെങ്കിൽ ഫ്യൂച്ചർ ക്ലാരിഫിക്കേഷനോ റെഫറൻസിനോ വേണ്ടി നമ്മൾ അണ്ടർലൈൻ ചെയ്ത് സൂക്ഷിക്കുകയാണെങ്കിൽ അതിനെയാണ് മാർക്കിംഗ് എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ പഠിക്കുമ്പം ഫീച്ചേഴ്സൊക്കെ പഠിക്കുമ്പോൾ ഫീച്ചേഴ്സൊക്കെ എന്ത് ചെയ്യാണ്, അണ്ടർലൈൻ ചെയ്ത് വെക്കുകയാണ്. കാരണം പിന്നെയും ഫീച്ചേഴ്സ് പഠിക്കണം. എക്സ്പ്ലനേഷൻ എല്ലാം വായിക്കാൻ വയ്യാത്തത് കൊണ്ട് തന്നെ ആ എക്സ്പ്ലനേഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം ഏതാണോ ആ ഭാഗം നമ്മൾ എന്ത് ചെയ്യാണ്, അണ്ടർലൈൻ ചെയ്ത് വരച്ച് വെക്കുകയാണ്. അപ്പോൾ പിന്നെ വായിക്കുമ്പോൾ ആ എക്സ്പ്ലനേഷൻ ഫുള്ള് വായിക്കേണ്ട, ആ ഏത് ഭാഗമാണോ അതിൻ്റെ പോയിൻ്റ് ഉള്ളത് ആ ഭാഗം വായിക്കാൻ നമ്മളെ സഹായിക്കും. നെക്സ്റ്റ് 4ാമത്തെ സമ്മറി പ്രിപ്പറേഷനാണ്. നമ്മൾ വായിച്ചതിന് ശേഷം എന്താണോ നമുക്ക് ആ ബുക്സിൽ നിന്ന് മനസ്സിലായത് അല്ലെങ്കിൽ ആ ബുക്സിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ കിട്ടി എന്നുള്ളത്, എന്തൊക്കെയാണ് അതിൽ പറയുന്നതെന്നുള്ളത് നമുക്ക് സമ്മറി രൂപേണ എഴുതാനായിട്ട് സാധിക്കും. അതിനെയാണ് നമ്മൾ സമ്മറി പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പം ഒരിക്കലും അതൊരു ഒറിജിനൽ ബുക്കിൻ്റെ അത്രയും കാണത്തില്ല. എന്താണ് ലെസ് ദാൻ 1/3 ഓഫ് ഒറിജിനൽ ടെസ്റ്റ്. ഒറിജിനൽ ടെസ്റ്റിൽ നിന്ന് എന്താണോ കിട്ടുന്നത് അതിൻ്റെ ഹാഫും കാണത്തില്ല, അതിൻ്റെ ഒരു 1/3. എന്നാലും എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്, എന്തൊക്കെയാണ് ഓരോ ചാപ്റ്ററിലും പറയുന്നതെന്ന് നമ്മൾ കൃത്യമായിട്ട് എഴുതി വെക്കുന്നു. ലാസ്റ്റ് വൺ ക്രിട്ടിക്കൽ തിങ്കിങ് ആണ്. എന്താണ് ആ ടെസ്റ്റ് ഫുള്ള് നമ്മൾ വായിച്ചതിന് ശേഷം നമുക്ക് നമ്മൾ എന്താണോ അതിൽ നിന്ന് ആക്ച്വലി നമുക്ക് മനസ്സിലായത് നമ്മളത് മൊത്തത്തിലൊന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നതിനെയാണ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പുതുതായിട്ട് പഠിക്കുന്നെങ്കിലും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മൾ എന്ത് ചെയ്യും, ഒരു പുസ്തകം ആദ്യം ഒരു മെത്തഡോളജി പഠിക്കാൻ പോകുന്നു. ഇപ്പം മെത്തഡോളജി എങ്ങനെ പഠിച്ചാൽ മനസ്സിലാവും, എങ്ങനെ രീതിയിൽ വായിക്കണം, ഓരോ കാര്യങ്ങളും വായിക്കുമ്പം ഓരോന്ന് എഴുതി വെക്കണോ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കും. അതെന്താണ്, ഒരു ഡീറ്റെയിൽഡ് പ്രിവ്യൂ ആണ്. നെക്സ്റ്റ് മെത്തഡോളജി പഠിച്ചു തുടങ്ങുന്നു, അതിൽ പുതുതായിട്ടുള്ള വേർഡ്സ് നമുക്കറിയാതെ വരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഗൂഗിളിൽ സെർച്ച് ചെയ്യും ഈ വേർഡിൻ്റെ മീനിങ് എന്താണ്. അതെന്താണ്, ഫെമിലറൈസേഷൻ ഓഫ് വൊക്കാബുലറിയാണ്. തേർഡ് വൺ നമുക്ക് വേണ്ടുന്ന ഫീച്ചേഴ്സും എക്സ്പ്ലനേഷനും എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നത്, അണ്ടർലൈൻ ചെയ്ത് കൊടുക്കുന്നത്. അതെന്താണ്, മാർക്കിംഗ് ആണ്. ഫോർത്ത് വൺ സമ്മറി പ്രിപ്പറേഷൻ. ചില കുട്ടികളൊക്കെ ആണെങ്കിൽ ഓരോ ചാപ്റ്ററിൽ വായിച്ചിട്ട് ആ ചാപ്റ്ററിൽ പോയിന്റുകൾ എഴുതി ബുക്കിൽ വെക്കുക. ഇപ്പോൾ ഫീച്ചേഴ്സ് ആണെങ്കിൽ ഫീച്ചേഴ്സിൻ്റെ പോയിന്റ് അത് നിങ്ങൾ എഴുതി വെക്കുന്നത് നല്ലതാണ്. ടെസ്റ്റ് നോക്കി പഠിക്കുന്നവർക്ക് അത് കൊള്ളാം. പക്ഷേ നമുക്ക് പഠിക്കാൻ എളുപ്പമുള്ളൊരു മാർഗ്ഗം എന്ന് പറയുന്നത് നിങ്ങൾ ഓരോ പോയിൻറ്റും നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഒരു ബുക്കിൽ എഴുതി വെക്കുക. നിങ്ങൾക്കപ്പം എപ്പോഴും ടെസ്റ്റ് തുറന്ന് ആ പോയിന്റ് ഫുള്ളിങ്ങനെ നോക്കണ്ട. ആ ഒരു ബുക്ക് പേപ്പറിനകത്ത് ഇപ്പോൾ ഒരു എണ്ണത്തിൻ്റെ ഫ്യൂച്ചർ എഴുതുക, ആ ഫ്യൂച്ചറിൻ്റെ 10 പോയിൻ്റ് എഴുതി വെക്കുക. എന്നിട്ട് ഈ 10 പോയിൻ്റ് അങ്ങ് പഠിക്കുക. ഇതായിരിക്കും ഒരു എളുപ്പം മെത്തേഡ്. എല്ലാവരും യൂസ് ചെയ്യുന്നത് ആ മെത്തേഡാണ്. അപ്പോൾ നിങ്ങളതൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. ലാസ്റ്റ് വൺ ക്രിട്ടിക്കൽ തിങ്കിങ്. എന്താണ്, ഞാൻ ഈ മെത്തഡോളജി പഠിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും ഓർമ്മയുണ്ടോ, ഞാൻ പഠിച്ചത് തന്നെയാണോ ഇതിലൊക്കെ ഇനി കിടക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്രിട്ടിക്കലായിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അതായത് എനിക്ക് പഠിച്ചതെല്ലാം മനസ്സിലായോ, എനിക്കിത് എക്സാം എഴുതാൻ നന്നായിട്ട് എഴുതാൻ പറ്റുമോ, ഇതൊക്കെ എന്താണ്, ലാസ്റ്റ് വൺ ക്രിട്ടിക്കൽ തിങ്കിങ് ആണ്. ഇനി റീഡിംഗ് മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ഇറ്റ് ഹെൽപ്സ് ദ റീഡർ ഇൻ പ്ലാനിങ് ഹിസ് ബിസിനസ് ഓപ്പറേഷൻസ് പ്ലാൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. എൻഹാൻസ് ദ ബിസിനസ് റിലേറ്റഡ് നോളജ്, നമുക്ക് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള നോളജുകൾ കൂട്ടാനായിട്ട് സാധിക്കും. ടു ഗീവ് ദ റീഡർ ഓൺ ഓവർവ്യൂ ഓഫ് ദ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെഡ്സ് ഇൻ ബിസിനസ്. ഇത് മൊത്തത്തിൽ ബിസിനസ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇപ്പം നമ്മുടെ സിറ്റുവേഷൻ ആയാലും നമ്മുടെ കാര്യമായാലും നമ്മളുടെ ഓപ്പർച്യൂണിറ്റീസും ത്രെഡ്സും ഒക്കെ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി ഇതിൽ നിന്ന് വാല്യുബിൾ ആയിട്ടുള്ള ഗൈഡൻസ് നമുക്ക് കിട്ടും. റീഡിംഗ് ബിസിനസ് റിലേറ്റഡ് ജേർണൽസ് ഗീവ് വാല്യുബിൾ ഗൈഡൻസ് ടു ദ റീഡർ ഇൻ കണ്ടക്ടിങ് ഹിസ് ബിസിനസ്. ആ ബിസിനസ് കണ്ടക്ട് ചെയ്യാനുള്ള വാല്യുബിൾ ആയിട്ടുള്ള ഗൈഡൻസ് നമുക്ക് കിട്ടും. നെക്സ്റ്റ് വൺ, റീഡിംഗ് ബിസിനസ് റിലേറ്റഡ് മെറ്റീരിയൽ പ്രൊവൈഡ് ആൻ ഇൻസൈറ്റ് ടു ദ റീഡർ അബൌട്ട് വേരിയസ് ബിസിനസ് കൺസെപ്റ്റ്, എത്തിക്സ് ആൻഡ് പ്രാക്ടീസസ്. ബിസിനസ്സിൻ്റെ വേരിയസ് കൺസെപ്റ്റ്, അതായത് കൺസെപ്റ്റുകളെ പറ്റിയും എത്തിക്സുകളെ പറ്റിയും വാല്യൂസിനെ പറ്റിയുള്ള ഒരു ഓവർവ്യൂ ആ വ്യക്തിക്ക് കിട്ടും. ഇത്രയാണ് റീഡിംഗ് ടെക്നിക്സിൻ്റെ ബെനിഫിറ്റ്സ് ആയിട്ട് പറയാൻ പറ്റുന്നത്. അപ്പം നന്നായിട്ട് വായിച്ചു നോക്കുക, നന്നായിട്ട് മനസ്സിലാവും. ചെറിയ ടോപ്പിക്കാണ്, സിമ്പിൾ ടോപ്പിക്കാണ്. എസ്സേ ആയിട്ടൊക്കെ എഴുതാൻ വേണ്ടി റെഡിയായിട്ട് പഠിക്കാം. അപ്പോൾ ബാക്കി നെക്സ്റ്റ് ക്ലാസ്സുകളിൽ ബാക്കി ഏതൊക്കെ മെത്തേഡ്സ് ആണെന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.